+1 ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഹിയർ ചാപ്റ്റർ 6 ലീനിയർ ഇൻഇക്വാളിറ്റീസ്, അതിൻ്റെ രണ്ടാം ഭാഗം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് ലീനിയർ ഇൻഇക്വാളിറ്റീസിലെ സ്ട്രിക്റ്റ് ഇൻഇക്വാളിറ്റി, അതുപോലെ സ്ലാക്ക് ഇൻഇക്വാളിറ്റി, ന്യൂമറിക്കൽ ഇൻഇക്വാളിറ്റി, ലിറ്ററൽ ഇൻഇക്വാളിറ്റി. ഈ ഇൻഇക്വാളിറ്റിയുടെ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്തത്. കൂടാതെ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന് തുടർച്ചയായിട്ട് ഇവിടെ ഇന്നത്തെ സെഷനിൽ നാം പഠിക്കുന്നത് ഓൾജിബ്രൈക് സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇൻഇക്വാളിറ്റീസ് ഇൻ വൺ വേരിയബിൾ ആൻഡ് ദെയർ ഗ്രാഫിക്കൽ സൊല്യൂഷൻ. അതിന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. അതായത് ഷാജിയുടെ കൈവശമുണ്ടായിരുന്ന ആകെയുള്ള 400 രൂപ കൊണ്ട്, ആകെയുള്ള 400 രൂപയാണ് ഷാജിയുടെ കൈവശമുണ്ടായത്. അതിന് ഉപയോഗിച്ച് 60 രൂപ നിരക്കിൽ എത്ര കിലോഗ്രാം റൈസ് വാങ്ങുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഉണ്ടായിരുന്നത്. ടോട്ടൽ എമൗണ്ട് 400 ആയിരുന്നു. 1 കിലോഗ്രാമിന് 60 ആയിരുന്നു അരിയുടെ വില. അങ്ങനെയുള്ള ആ എക്സാമ്പിൾ നമ്മെ ഇങ്ങനൊരു ഇൻഇക്വാളിറ്റിയിലാണ് എത്തിച്ചത്. അതായത് 60x < 400. നമുക്കറിയാം ഈ ഇൻഇക്വാളിറ്റിയുടെ പ്രത്യേകത, ഇതൊരു സ്ട്രിക്റ്റ് ഇൻഇക്വാളിറ്റിയാണ്, കൂടാതെ ലിറ്ററൽ ഇൻഇക്വാളിറ്റിയാണ്. ഡിഗ്രി 1 ആയതുകൊണ്ട് ഇതൊരു ലീനിയർ ഇൻഇക്വാളിറ്റി വിത്ത് 1 വേരിയബിളാണ്. ഇവിടെ ഈ എക്സ് എന്നുള്ളത് നമ്പർ ഓഫ് കിലോഗ്രാം ഓഫ് റൈസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ചുരുങ്ങിയ എക്സിൻ്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് നമ്മൾ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓരോ വാല്യൂ എക്സിന് 0 ആദ്യം കൊടുക്കുന്നു. ഫോർ എക്സ് ഈക്വൽ ടു 0. എക്സിന് 0 കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? എക്സിന് 0 ആണെങ്കിൽ 0 60 × 0 0 < 400. നമുക്കറിയാം ഇത് ട്രൂ ആണ്. ദെൻ നമുക്ക് അടുത്ത വാല്യൂ എക്സിന് അടുത്ത വാല്യൂ കൊടുക്കാൻ പറ്റുന്നത് എക്സിന് 1 ആണ്. എക്സിന് 1 കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? 60 < 400. ഇതും ഒരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 60 ചെറിയതും 400 വലിയ വാല്യൂ ആണ്. ദെൻ നമുക്ക് നെക്സ്റ്റ് വാല്യൂ ഒന്ന് കൊടുത്ത് നോക്കാം. ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ എക്സ് ഈക്വൽ ടു 2. എക്സ് ഈക്വൽ ടു 2 ആണെങ്കിൽ 60 × 2 120 < 400, which is also true. Then another value for x equal to 3. എക്സിന് 3 കൊടുക്കുമ്പോൾ എന്തായിരിക്കും? 60 × 3 180 < 400, which is also a true statement. Then for x equal to 4, എക്സിൻ്റെ വാല്യൂ 4 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 240, which is < 400, which is also true. Next, for x equal to 5, എക്സിന് 5 എന്ന വാല്യൂ കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് 300 < 400, which is also true. ഇനി നമുക്ക് അടുത്തൊരു വാല്യൂ കൊടുത്തു നോക്കാം. ഫോർ എക്സ് ഈക്വൽ ടു 6, എക്സിന് 6 കൊടുത്താൽ കിട്ടുന്ന വാല്യൂ 360 < 400, which is also true. ഇനി അടുത്ത് നമുക്ക് കൊടുക്കാനുള്ളത് ഫോർ എക്സ് ഈക്വൽ ടു 7, എക്സിന് 7 കൊടുത്താൽ എന്തായിരിക്കും ലഭിക്കുക? 420 < 400. ഇതാണ് കിട്ടുന്നത്. നമുക്ക് വളരെ ക്ലിയർ ആണ്. 400 വലിയ വാല്യൂ, 420 വലിയ വാല്യൂ, 400 വലിയ വാല്യൂ ആണ്. അതുകൊണ്ട് ഇത് തെറ്റാണ്, ഒരു ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ഇതൊന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്നത് എക്സിന് കൊടുത്താൽ ശരിയാകുന്ന വാല്യൂസ് 0 മുതൽ 6 വരെയുള്ളതാണ്. അതായത് ഇതിനെയാണ് നാം പറയുന്ന സൊല്യൂഷൻ. അതായത് ഇവിടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ആ വാല്യൂ കൊടുക്കുമ്പോൾ അതൊരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആവുന്നത്, അതിനെയാണ് നാം പറയുന്നത് സൊല്യൂഷൻ.
സൊല്യൂഷൻ. ഒരു ഇന്നീക്വാളിറ്റിയുടെ സൊല്യൂഷൻ. ഇപ്പോൾ എന്താണ് സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ, എനി സൊല്യൂഷൻ ഓഫ് ആൻ ഇന്നീക്വാളിറ്റി ഇൻ വൺ വേരിയബിൾ, ഇവിടെ വൺ വേരിയബിളാണ്, ഈസ് ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ, എക്സിൻ്റെ വാല്യൂ ഓഫ് ദ വേരിയബിൾ വിച്ച് മേക്ക് ഇറ്റ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. എപ്പോഴാണോ ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആവുന്നത് അതിനെയാണ് നാം സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സൊല്യൂഷൻ നമുക്ക് സൊല്യൂഷൻ സെറ്റാക്കി രേഖപ്പെടുത്താം. 0, 1, 2, 3, 4, 5, 6. ഇതിനെയാണ് നാം സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത്. എപ്പോഴാണോ ട്രൂ ആകുന്നത് അതിനെയാണ് സൊല്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ നമുക്ക് അടുത്തൊരു കാര്യം നോക്കാം. ഇതുപോലെയുള്ള കുറച്ച് റൂൾസ് ഉണ്ട്. നമുക്ക് ആ റൂളൊന്ന് നോക്കാം. ആ റൂളിൻ്റെ മുൻപ് നമുക്കറിയാവുന്ന ഒരു ഡാറ്റ, ഇപ്പോൾ 4 ആൻഡ് 8, ഇതിലേതാണ് ചെറിയ വാല്യൂ ഏതാണ് വലിയ വാല്യൂ എന്ന് നമുക്കറിയാം. അതായത് ഈ ഇന്നീക്വാളിറ്റി വെച്ച് നമുക്കിതിനെ കണക്ട് ചെയ്യാം. അതായത് വി ഹാവ് 4 ലെസ് ദാൻ 8. നമ്മളിവിടെ ചെയ്യുന്നത് ആഡിങ് +4, +4 ആഡ് ചെയ്യുന്നു ഇരുവശത്തും. അപ്പോൾ സംഭവിക്കുന്ന മാറ്റം ഒന്ന് നമുക്ക് നോക്കാം. 4 + 4, ഇവിടെ 8 + 4. എന്താണ് സംഭവിക്കുന്നത്? 4 + 4 8, 8 + 4 12. Clearly 8 is smaller and 12 is greater. Therefore we can write or we can connect 8 less than 12. This is true. ഇത് നമുക്കൊരു കാര്യം കൺക്ലൂഡ് ചെയ്യാം. അതായത് ഒരു ഇന്നീക്വാളിറ്റിയുടെ രണ്ട് ഭാഗത്തും പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്തപ്പോൾ ആ ഇന്നീക്വാളിറ്റിക്ക് മാറ്റമില്ല. ഇനി നാം അടുത്ത് ചെയ്യുന്നത് ഇതേ ഇന്നീക്വാളിറ്റിയിലൂടെ +3 സബ്ട്രാക്റ്റ് ചെയ്യുന്നു. സബ്ട്രാക്റ്റിംഗ് +3 എന്ന നമ്പർ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. 3 എന്ന നമ്പർ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന മാറ്റം നമുക്ക് നോക്കാം. അതായത് ആദ്യം 4 ആയിരുന്നു, ഇവിടെ 8. 3 സബ്ട്രാക്റ്റ് ചെയ്യുന്നു, +3. ഇവിടെ അത് +3 സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോഴെന്താണ് സംഭവിക്കുക? 1 and 5. 1 is smaller, therefore connect this. 1 less than 5. This is also true. അതുകൊണ്ട് ഇവിടെയും നമുക്കൊരു കാര്യം കൺക്ലൂഡ് ചെയ്യാം. അതായത് equal positive numbers are subtracted on both sides of the inequality, no change in the inequality sign. ഈക്വൽ പോസിറ്റീവ് നമ്പർ സബ്ട്രാക്റ്റ് ചെയ്തപ്പോഴും ഇന്നീക്വാളിറ്റിക്ക് യാതൊരു മാറ്റവുമില്ല. ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ കേസ്. ഇനി നമുക്കിതിൻ്റെ കൂടെ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. ഈക്വൽ പോസിറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് മൾട്ടിപ്ലൈങ് +10 ഓൺ ബോത്ത് സൈഡ്സ്. 10 മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് സംഭവിക്കുക? 4 ആയിരുന്നു, ഇവിടെ 8 × 10 +10, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യണത് +10. മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? 40, ഇവിടെ 80. അതൊന്നും ചെറുത് 40 ആണ്, വലുത് 80 ആണ്. അപ്പോഴും നമുക്ക് പറയാം 40 less than 80 is true. അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈക്വൽ പോസിറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും ഇന്നീക്വാളിറ്റിക്ക് നോ ചേഞ്ച്, ഇന്നീക്വാളിറ്റിക്ക് മാറ്റമില്ല. നമ്മളിനി അടുത്ത ഓപ്പറേഷൻ ഏതാണ്? ഡിവൈഡിങ് പോസിറ്റീവ് നമ്പറാണ് ഡിവൈഡ് ചെയ്യുന്നത്. +2 പോസിറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ സംഭവിക്കുന്ന മാറ്റം എന്താണ്? 4 8 ഡിവൈഡിങ് ബൈ +2, ഇവിടെയും ഡിവൈഡിങ് ബൈ +2. നമുക്ക് കിട്ടുന്ന ആൻസർ 2 and 4, which is
കണക്റ്റഡ് ബൈ ലെസ് ദാൻ, വിച്ച് ഈസ് ആൾസോ ട്രൂ. അതുകൊണ്ട് നമുക്ക് വീണ്ടും കൺക്ലൂഡ് ചെയ്യാം, ഈക്വൽ പോസിറ്റീവ് നമ്പർ ഡിവൈഡ് ചെയ്താൽ നോ ചേഞ്ച് ഇൻ ദ ഇൻഇക്വാളിറ്റി. അപ്പോൾ ഈ 4 കേസിൽ നിന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണ്? കൺക്ലൂഡ് ചെയ്യാനുള്ളത്, ഈക്വൽ പോസിറ്റീവ് നമ്പേഴ്സ് ആർ ആഡഡ്, സബ്ട്രാക്റ്റഡ്, മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇൻഇക്വാളിറ്റി, നോ ചേഞ്ച് ഇൻ ദ ഇൻഇക്വാളിറ്റി സൈൻ. ഇൻഇക്വാളിറ്റി സൈനിന് യാതൊരു മാറ്റവും വരുത്തേണ്ടതില്ല. ഇതാണ് നമ്മുടെ ഒന്നാം ഘട്ടം. അതായത് നമുക്ക് 4 ഓപ്പറേഷനാണുള്ളത്: അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അതിൽ തന്നെ പോസിറ്റീവ് നമ്പറുണ്ട്, നെഗറ്റീവ് നമ്പറുണ്ട്. അപ്പോൾ നമുക്ക് ആകെ 8 രീതിയിലുള്ള ഓപ്പറേഷനാണ് ആകെ സാധ്യമാവുന്നത്. അതിൽ 4 എണ്ണമാണ് ഇപ്പോൾ കഴിഞ്ഞത്. എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പർ കൊണ്ട് ആഡ് ചെയ്തു, പോസിറ്റീവ് നമ്പർ സബ്ട്രാക്റ്റ് ചെയ്തു, പോസിറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തു, പോസിറ്റീവ് നമ്പർ ഡിവൈഡ് ചെയ്തു. ഇനി അടുത്തത് നെഗറ്റീവ് നമ്പർ കൊണ്ട് ആഡ് ചെയ്യുന്നു, നെഗറ്റീവ് നമ്പർ സബ്ട്രാക്റ്റ് ചെയ്യുന്നു, നെഗറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നു, നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതൊന്ന് നോക്കാം നമുക്ക്. അതായത് അടുത്ത് നമ്മൾ ചെയ്യുന്നത്, നമുക്കറിയാവുന്നൊരു വാല്യൂ, അതായത് വി ഹാവ് 10 ലെസ് ദാൻ 20 വിച്ച് ഈസ് ക്ലിയർ. നമ്മളിവിടെ ചെയ്യുന്നത് പോസിറ്റീവ് നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്യുന്നു. അതായത് ആഡിങ് -3 ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം -3 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 10 പ്ലസ് -3. ഇവിടെ 20 പ്ലസ് -3 എന്താണ് കിട്ടിയ വാല്യൂ? 7 and 17. This is clear. This inequality is true. അതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാനുള്ളത്, നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്താലും ഇൻഇക്വാളിറ്റിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതില്ല. ദെൻ സബ്ട്രാക്റ്റിംഗ് നെഗറ്റീവ് നമ്പർ, സബ്ട്രാക്റ്റിംഗ് -4 ആയിക്കോട്ടെ, നെഗറ്റീവ് നമ്പർ. അപ്പോൾ സംഭവിക്കുന്ന മാറ്റം 10 മൈനസ്, ഇവിടെ -4 സബ്ട്രാക്റ്റ് ചെയ്തു, 20 മൈനസ് -4 എന്താണ് സംഭവിക്കുന്ന മാറ്റം? 14, here 24. This is the connected by the inequality. This is also true. അതുകൊണ്ട് നമുക്കൊരു കാര്യം കൂടി കൺക്ലൂഡ് ചെയ്യാം, ഈക്വൽ നെഗറ്റീവ് നമ്പർ സബ്ട്രാക്റ്റ് ചെയ്താലും ഇൻഇക്വാളിറ്റി സൈനിന് മാറ്റമില്ല. ദെൻ അടുത്ത ഓപ്പറേഷൻ ഉള്ളത് മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ അതായത് മൾട്ടിപ്ലൈയിങ് നമുക്കിവിടെ ഓപ്പറേഷൻ നോക്കാം. അതായത് 8 ലെസ് ദാൻ 10 ആണ്. നമ്മളിവിടെ ചെയ്യുന്നത് -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. -2 ഈ ഇൻഇക്വാളിറ്റിയിൽ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 8 ഇൻറ്റു -2, 10 ഇൻറ്റു -2 എന്തായിരിക്കും വാല്യൂ? ഇവിടെ -16 ആണ്, ഇവിടെ -20 ആണ്. അതായത് 8 ലെസ് ദാൻ 10. ഇറ്റ് ഈസ് ക്ലിയർ. -16 -20 ഇതിൽ വലിയത് -16 ആണ്. അതായത് ഇതിൽ നിന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത് എന്താ? അതായത് നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻഇക്വാളിറ്റി റിവേഴ്സ്, തിരിച്ചെഴുതണം. ഇൻഇക്വാളിറ്റി സൈൻ ഈസ് റിവേഴ്സ്ഡ്. അതായത് ലെസ് ദാൻ ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ ആക്കണം, തിരിച്ച് ഗ്രേറ്റർ ദാൻ ആയിരുന്നെങ്കിൽ ലെസ് ദാൻ ആക്കണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതുപോലെ തിരിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടത് ഈക്വൽ നെഗറ്റീവ് നമ്പേഴ്സ് ആർ മൾട്ടിപ്ലൈഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇൻഇക്വാളിറ്റി, ദ ഇൻഇക്വാളിറ്റി സൈൻ ഈസ് റിവേഴ്സ്ഡ്. ഇനി ഇതേ 8 and 10 നമുക്കറിയാം, 8 ലെസ് ദാൻ 10. നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നു ഡിവൈഡിങ് നെഗറ്റീവ് നമ്പറാണ്. ഡിവൈഡിങ് ബൈ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു.
അപ്പോൾ നമുക്ക് കിട്ടുന്നത് 8/-2, 10/-2. എന്താണ് 8/-2? -4. 10/-2 -5. 8 ചെറുതും 10 വലുതുമാണ്, പക്ഷെ -4 ആണ് ഈ കേസിൽ -5നേക്കാൾ വലുത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത് ഈക്വൽ നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, രണ്ട് സൈഡിലും ഇന്നീക്വാളിറ്റിയിൽ ഡിവൈഡ് ചെയ്താൽ ഇന്നീക്വാളിറ്റി സൈൻ ഈസ് റിവേഴ്സ്ഡ്. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യത്തെ കേസിനെ ഒറ്റ റൂളാക്കി മാറ്റാം. അതായത് പോസിറ്റീവ് നമ്പർ കൊണ്ട് ആഡ് ചെയ്താൽ, സബ്ട്രാക്ട് ചെയ്താൽ, മൾട്ടിപ്ലൈ ചെയ്താൽ, ഡിവൈഡ് ചെയ്താൽ അത് ഒരു റൂളായിട്ടും, അതുപോലെ തന്നെ നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും ഉള്ളത് ഒരു റൂളായിട്ടും, അതുപോലെ നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു, അത് മൂന്നാമതൊരു റൂളായിട്ടും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. നമുക്ക് എഴുതേണ്ട കാര്യം, അതായത് ആദ്യത്തെ കാര്യമുള്ളത് ഈക്വൽ പോസിറ്റീവ് നമ്പേഴ്സ് ആർ ആഡഡ്, സബ്ട്രാക്റ്റഡ്, മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇന്നീക്വാളിറ്റി, നോ ചേഞ്ച് ദ ഇന്നീക്വാളിറ്റി സൈൻ. ദെൻ നെഗറ്റീവ് നമ്പർ കൊണ്ട് ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും വരുന്ന കാര്യത്തിന് നമുക്ക് മറ്റൊരു റൂളാക്കി എഴുതാം. അതായത് ഈക്വൽ നെഗറ്റീവ് നമ്പേഴ്സ് ആർ ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇന്നീക്വാളിറ്റി, ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ ഇന്നീക്വാളിറ്റി സൈൻ. ഇനി അവസാനം പറഞ്ഞാൽ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്തു, ആ കാര്യം സെപ്പറേറ്റ് മൂന്നാമത്തെ ഒരു റൂളായിട്ട് നമുക്ക് പറയാം. അതായത് ഈക്വൽ നെഗറ്റീവ് നമ്പേഴ്സ് ആർ ആഡഡ് ഓർ ഡിവൈഡഡ്, equal negative numbers are multiplied or divided on both sides of the inequality sign is reversed. നമുക്ക് ആ കാര്യങ്ങളൊന്ന് നോട്ടിൽ ആയിട്ട് എഴുതാം. അതായത് ഈ ബോർഡറിൽ വരുന്ന കാര്യമാണ് നോട്ടിലേക്ക് എഴുതേണ്ടത്. അപ്പോൾ ഒരു ചെറിയ ഹെഡിങ് ആയിട്ട് എഴുതേണ്ടത് ഓൾജിബ്രൈക് സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇനീക്വാളിറ്റീസ് ഇൻ വൺ വേരിയബിൾ ആൻഡ് ദെയർ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. സൊല്യൂഷൻ, എന്തിനാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്? The solution of the values of x which make the inequality a true statement are called solution of the inequality, and the solution is called the solution set. Any solution of an inequality in one variable is a value of the variable which makes it a true statement. ഇതാണ് സൊല്യൂഷനെ പറ്റി നമുക്ക് എഴുതാനുള്ളത്. ദെൻ ആ റൂൾ ഒന്ന് എഴുതാം, അത് നമുക്ക് ആവശ്യമാണ്. ഒന്നാമത്തെ റൂൾ, ഈക്വൽ പോസിറ്റീവ് നമ്പേഴ്സ് മേ ബി ആഡഡ്, സബ്ട്രാക്റ്റഡ്, മൾട്ടിപ്ലൈഡ്, ഡിവൈഡഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇനീക്വാളിറ്റി, ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ ഇനീക്വാളിറ്റി സൈൻ, നോ ചേഞ്ച്. സെക്കൻഡ്, ഈക്വൽ നെഗറ്റീവ് നമ്പേഴ്സ് മേ ബി ആഡഡ്, സബ്ട്രാക്റ്റഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് എൻ ഇനീക്വാളിറ്റി, ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ ഇനീക്വാളിറ്റി സൈൻ. അതായത് ആദ്യത്തെ രണ്ട് റൂളും ഒന്ന് തന്നെയാണ്. പോസിറ്റീവ് നമ്പർ കൊണ്ട് ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്താലും, അതുപോലെ നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും ഒരു മാറ്റവുമില്ല. ആകെ മാറ്റം വരുന്നത് ഈക്വൽ നെഗറ്റീവ് നമ്പേഴ്സ് മേ ബി മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് എൻ ഇനീക്വാളിറ്റി, ദി ഇനീക്വാളിറ്റി സൈൻ ഈസ് റിവേഴ്സ്ഡ്. അതായത് ലെസ് ദാൻ ആയി വരുന്നത് ഗ്രേറ്റർ ദാനും, ഗ്രേറ്റർ ദാൻ ഉള്ളത് ലെസ് ദാനും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു തിരിച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിട്ടും മാറുന്നു എന്നർത്ഥം. നമുക്കിനി ഇത് വെച്ചിട്ടുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. നോട്ടിലേക്ക് എഴുതേണ്ടതാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: സോൾവ് 30x less than 200 when, ഇതിൽ തന്നെ രണ്ട് ഭാഗമായിട്ടാണ്. വെൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ, എക്സ് ഈസ് എ നാച്ചുറൽ, എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്സ് ഈസ് ആൻ ഇൻറ്റീജർ, എക്സ് ഈസ് ആൻ ഇൻറ്റീജർ, എക്സ് ഈസ് ആൻ ഇൻറ്റീജർ. ഇങ്ങനെ രണ്ട് ഭാഗമായിട്ടാണ് ചെയ്യാനുള്ളത്. നമുക്കറിയാം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട്, അതായത് ഇവിടെ തന്നിരിക്കുന്നത് ഇതൊരു ഇന്നീക്വാളിറ്റിയാണ്, കൂടാതെ ഇതൊരു സ്ട്രിക്റ്റ് ഇന്നീക്വാളിറ്റിയാണ്, ലിറ്ററൽ ഇന്നീക്വാളിറ്റിയാണ്.
ദെൻ തന്നിരിക്കുന്ന ഡാറ്റ 30x <200. നമ്മളിവിടെ ചെയ്യുന്നത് 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് 30x/30. ഇവിടെ 200 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു /30. നമുക്കറിയാം പോസിറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നോ ചേഞ്ച് ഇൻ ദ ഇൻഇക്വാളിറ്റി. ദാറ്റ് ഈസ് x < 200/30. നമുക്കറിയാം x ഇവിടെ വരുന്നത് ഡിവൈഡ് ചെയ്താൽ ഒരു 6.66 എക്സെട്ര വരും. ഇതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. ഇനി ഇതിലുള്ള 2 ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത്. ഈ എക്സിൻ്റെ വാല്യൂ നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അപ്പോൾ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 2 3 4 എക്സെട്രയാണ് നാച്ചുറൽ നമ്പർ. അപ്പോൾ ഇവിടെ കൊടുക്കാവുന്ന വാല്യൂ 6.6നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പർ. അപ്പോൾ ഇതിനെ നമ്മൾ സൊല്യൂഷനായിട്ടാണ് എഴുതുക. സൊല്യൂഷൻ സെറ്റ്, അതായത് സെറ്റ് നൊട്ടേഷൻ. സൊല്യൂഷൻ ഈസ് സെറ്റ്. നമുക്കറിയാം 1, അതുപോലെ 2 3 4 5 6 ഉൾപ്പെടെ പറ്റും, കാരണം 6.6 ആണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇതിൽ തന്നെ രണ്ടാമത്തെ പാർട്ട് എക്സ് ഈസ് ആൻ ഇൻറ്റീജറാണ്. അപ്പോൾ അവിടുത്തെ സൊല്യൂഷൻ എന്തായിരിക്കും? ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ 6 വരെ പറ്റും, അതിൻ്റെ മുൻപിലുള്ള നെഗറ്റീവ് നമ്പേഴ്സും പറ്റും. അപ്പോൾ നമ്മൾ അത് എഴുതുന്നത് എക്സെട്ര -∞ മുതൽ തുടങ്ങുകയാണ്. -2 -1 0 1 2 3 4 5 and 6. ഇതേ രീതിയിലാണ് സോൾവ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ആൻസർ. ഇവിടെ നാച്ചുറൽ നമ്പർ അതുപോലെ തന്നെ ഇൻറ്റീജർ എന്നത് തന്നിട്ടുണ്ട് എക്സ്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. എന്നാൽ ഇത് നേരെ മറിച്ച് ഒന്നും പറഞ്ഞില്ല, എക്സ് വെറുതെ സോൾവ് എന്ന് പറഞ്ഞ അർത്ഥം എക്സ് റിയൽ നമ്പർ ആയിട്ടാണ് നാം ട്രീറ്റ് ചെയ്യേണ്ടത് എന്നർത്ഥം. ഇതായി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് സോൾവ് 5x - 3 < 3x + 1. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ. ഇതിൽ തന്നെ 2 ഭാഗമുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ് ഈസ് ആൻ ഇൻറ്റീജർ. എക്സ് ഈസ് ആൻ ഇൻറ്റീജർ. രണ്ടാമത്തെ പാർട്ട് വരുന്നത് എക്സ് ഈസ് എ റിയൽ നമ്പർ. എക്സ് ഈസ് എ റിയൽ നമ്പർ. നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് കണ്ടു നോക്കാം. ആൻസർ എന്താണ്? ആൻസർ അതായത് ഇവിടെ പറയുന്നത് 5x - 3 < 3x + 1. നമുക്ക് ആ ഇൻഇക്വാളിറ്റി ഒന്ന് ആദ്യം എടുത്തെഴുതാം. 5x - 3 < 3x + 1. നമ്മൾ ആദ്യം ചെയ്യുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതേ മോഡൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വേണ്ട റൂൾ പ്രകാരം നമുക്ക് എഴുതാം. എന്താണ് റൂൾ എന്ന് വെച്ചാൽ ഇവിടെ -3 ഇവിടെ നിന്ന് മാറണം. -3 പോകാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? +3 കൊണ്ട് ആഡ് ചെയ്യുന്നു. -3 പോകാൻ +3. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് 5x - 3 ഇതിലൂടെ +3 ആഡ് ചെയ്യുന്നു, < 3x + 1 then -3 അതായത് +3 രണ്ട് ഭാഗത്തും ആഡ് ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ നമുക്ക് കിട്ടി 3 ക്യാൻസൽ ചെയ്താൽ 5x കിട്ടിയത് 3x + 4 എന്നാണ് നമുക്ക് കിട്ടിയത്. നമ്മളിനി അടുത്ത ചെയ്യാൻ പോകുന്നത് ഈ 3x ഇങ്ങോട്ട് മാറ്റുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് രണ്ട് ഭാഗത്തും ഈ 3x ഇവിടെ നിന്ന് പോകണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? 5x - 3x രണ്ട് ഭാഗത്തു നിന്നും 3x കുറയ്ക്കുന്നു. 3x + 4 - 3x. 5x - 3x 2x < 3x - 3x ക്യാൻസൽ ചെയ്താൽ 4. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ x < 2.
ഇതാണ് നമ്മുടെ റൂള്. ഇങ്ങനെയാണ് നാം ചെയ്യേണ്ടത്. റൂള് പ്രകാരം ഓപ്പറേഷൻ ഇതാണ്. നമ്മൾ ഇതേ രീതിയിൽ ചെയ്യണമെന്നില്ല. ആദ്യ ചോദ്യം ആയതുകൊണ്ട് കംപ്ലീറ്റ് റൂൾ ഉപയോഗിച്ച് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് കിട്ടിയത് x<2 എന്ന സ്ട്രിക്റ്റ് ഇൻഇക്വാളിറ്റിയാണ് ലഭിച്ചത്. നമുക്കിനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് കണ്ടു നോക്കാം. x ഈസ് എൻ ഇൻറ്റീജർ. അപ്പോൾ സൊല്യൂഷൻ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ എഴുതാം. എന്താണ് സൊല്യൂഷൻ? സൊല്യൂഷൻ ഈസ് എക്സെട്ര -2 -1 0 1. നോക്കാം, ഇവിടെ 2 2നേക്കാൾ ചെറുതാണ്. അപ്പോൾ നമുക്ക് ഇതുവരെ എഴുതാനാവും. ദെൻ രണ്ടാമത്തെ പാർട്ട്, എക്സ് ഈസ് എ റിയൽ നമ്പർ. എക്സ് റിയൽ നമ്പർ ആണെങ്കിൽ നമുക്ക് സെറ്റ് നൊട്ടേഷൻ പ്രകാരം എക്സ് എലമെൻ്റ് ഓഫ് എന്താണ് എഴുതാൻ പറ്റുക? 2നേക്കാൾ ചെറുത്. അപ്പോൾ -∞ മുതൽ 2 വരെ. 2 ഉൾപ്പെടുന്നില്ല, അതുകൊണ്ട് റൗണ്ട് ബ്രാക്കറ്റ്. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഇത് നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാൻ ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു ലൈൻ വരയ്ക്കുന്നു. നമുക്ക് ആവശ്യമുള്ള പോയിൻ്റ് ഇത് -∞ ആണ്, ഇത് +∞ ആണ്. കൂടാതെ നമുക്കുള്ള പോയിൻ്റ് 2 ആണ് നമ്മുടെ ഒരു ബോർഡർ. അപ്പോൾ 2 ഇവിടെ എഴുതാം, ഇപ്പുറത്ത് 3 എന്നെഴുതാം, ഇപ്പുറത്ത് നമുക്ക് 4 എന്നെഴുതാം. അതുപോലെ തന്നെ ഇവിടെ ഒരു 1 എഴുതാം, ഇവിടെ ഒരു ഇവിടെ ഒരു 0 എഴുതാം, ഇവിടെ നമുക്കൊരു -1 എഴുതാം. ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് നമ്മൾ എഴുതുന്നു. ഇനി -2നേക്കാൾ ചെറുത്. അപ്പോൾ 2 ഉൾപ്പെടുന്നില്ല. അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു റൗണ്ട് ഇടുന്നു. കൂടാതെ ഇതൊന്ന് ബോൾഡ് ആക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഡബിൾ ലൈൻ ആക്കിയാലും മതിയായിരിക്കും. ഇതാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. നമ്പർ ലൈനിൽ അല്ലെങ്കിൽ റിയൽ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാൻ ചോദിച്ചാൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3, തേർഡ് ക്വസ്റ്റ്യൻ. അതായത് സോൾവ് ഫോർ റിയൽ എക്സ് എന്നതാണ് തന്നിരിക്കുന്നത് എങ്കിൽ സോൾവ് ഫോർ റിയൽ എക്സ് അതിലുള്ള ക്വസ്റ്റ്യൻ. അതായത് 4x + 3 < 5x + 7. ഇവിടെ നാം നേരത്തെ ചെയ്ത സ്റ്റെപ്പ് രീതിയിലല്ല എഴുതുന്നത്. എക്സ് ടേം എല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുന്നു, കോൺസ്റ്റൻ്റ് എല്ലാം റൈറ്റ് സൈഡിലേക്ക് മാറ്റുന്നു. അപ്പോൾ നമുക്ക് ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആദ്യം ഒന്നെടുത്തെഴുതാം. 4x + 3 < 5x + 7 ആൻസർ ആയിട്ട് എഴുതാം. ആൻസർ 4x സൈഡ് മാറുമ്പോൾ 5x നെഗറ്റീവായിട്ട് മാറുന്നു. <7 - 3 3 ഇങ്ങോട്ട് മാറുമ്പോൾ -3. 4x - 5x - x <4 എന്ന് കിട്ടുന്നു. നമ്മൾ ഇനിയാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇവിടെ നെഗറ്റീവ് മാറാൻ ഒന്നുകിൽ -1 കൊണ്ട് ഗുണിക്കുന്നു, അല്ലെങ്കിൽ -1 കൊണ്ട് ഹരിക്കുന്നു. രണ്ടായാലും നമ്മളെ റൂള് പ്രകാരം സൈൻ ഇൻഇക്വാളിറ്റി സൈൻ റിവേഴ്സ്. അപ്പോൾ -1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. -x/-1. ഇവിടെ 4/-1. നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇൻഇക്വാളിറ്റി സൈൻ ഈസ് റിവേഴ്സ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, x > -4. ഇതാണ് നമ്മുടെ ആൻസർ. x > -4. x -4നേക്കാൾ ഗ്രേറ്റർ ആണ്. x > -4 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും കൂടി എഴുതാം. x belongs to -4, ∞. ഇവിടെയും റൗണ്ട് ബ്രാക്കറ്റ്. നമുക്ക് ഇനി ഇത് നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാനുള്ള ചോദ്യം കൂടി ചോദിച്ചാൽ ചെയ്യേണ്ടത് ഇതാണ്. നമ്മുടെ നമ്പർ ലൈൻ റിയൽ ലൈൻ ഇത് -∞ ആണ്, ഇപ്പുറത്ത് +∞ ആണ്. നമ്മുടെ പോയിൻ്റ് -4 ആണ്. നമുക്ക് ഏതാണോ വേണ്ടത് അത് ആദ്യം എഴുതുന്നു. ദെൻ -4നേക്കാൾ വലിയ വാല്യൂ ആണ് -3. അതെഴുതുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. -2
ഇവിടെ -5 ആണ് ഉണ്ടായിരിക്കുക, ഇവിടെ -6. ഇതേ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്തിട്ട് -4 വലിയത്. അപ്പോൾ നമുക്ക് ഇവിടെ -4 അവിടെ ഇങ്ങനെ ഒരു റൗണ്ട് കാണിക്കുന്നു. കൂടാതെ ഇതൊന്ന് ഡബിൾ ലൈനാക്കി മാറ്റുകയും ചെയ്യാം. ഒന്ന് ബോൾഡാക്കിയാൽ മതി. ഇതാണ് റെപ്രസെൻറ്റേഷൻ, നമ്പർ ലൈനിലുള്ള റെപ്രസെൻറ്റേഷൻ. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടിയും ചെയ്യാം. 4ാമത്തെ ക്വസ്റ്റ്യൻ. സോൾവ് ഫോർ റിയൽ എക്സ് 3x - 7 greater than 5x - 1. നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് കാണാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ആൻസർ, അതായത് തന്നിരിക്കുന്ന ഇൻഇക്വാളിറ്റി എഴുതാം. 3x - 7 greater than 5x - 1. എക്സ് ടേം എല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. 3x - 5x greater than -1 + 7. സബ്ട്രാക്റ്റ് ചെയ്താൽ -2x greater than 6. ഇനിയാണ് നാം ശ്രദ്ധിക്കേണ്ടത്, -2xനെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എക്സ് കിട്ടുക. 6/-2 നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇൻഇക്വാളിറ്റി ഈസ് റിവേഴ്സ്ഡ്. അതായത് എക്സ് ലെസ് ദാൻ -3. ഇതാണ് നമുക്ക് കിട്ടിയത്. എക്സ് ലെസ് ദാൻ -3 റിയൽ നമ്പറാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൂടി എഴുതാം. എക്സ് ബിലോങ്സ് ടു -∞ -3. ഇത് നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാൻ ചോദിച്ചാൽ ചെയ്യേണ്ടത്, നമ്പർ ലൈൻ വരയ്ക്കുന്നു. ഇവിടെ -3, നമുക്ക് വേണ്ടത് -3 ആണെങ്കിൽ -3 കൊടുക്കുന്നു. -3യേക്കാൾ ചെറിയ വാല്യൂ ഏതായിരിക്കും? അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ പോയിൻ്റുകൾ കൊടുക്കുന്നു. -3, ഇവിടെ -2, പിന്നെ -1, ഇവിടെ -4, -5. ഇതേ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇവിടെ -∞ എന്ന് കൊടുക്കാം, ഇപ്പുറത്ത് +∞ എന്ന് കൊടുക്കാം. -∞ മുതൽ -3 വരെ. അപ്പോൾ -3 ഇങ്ങനെ കൊടുക്കാം. കൂടാതെ ഇതൊന്ന് ഡബിൾ ലൈൻ മാറ്റി കൊടുക്കുന്നു. ഇവിടെ -3 ഉൾപ്പെടുന്നില്ല എന്ന് കാണിക്കാനാണ് ഇവിടെ റൗണ്ട് ആക്കി മാറ്റുന്നത്. കൂടാതെ ഇവിടെ ഈക്വൽ ടു കൂടി വരികയാണെങ്കിൽ നമുക്ക് ഈ റൗണ്ടിൻ്റെ ആവശ്യമില്ല. ഇനി റൗണ്ട് വരയ്ക്കുകയാണെങ്കിൽ റൗണ്ടും കൂടി ഒന്ന് ഫില്ല് ചെയ്യാം എന്ന് മാത്രം. ഇതിനെയാണ് സോൾവ്, അതായത് എക്സിന് വാല്യൂ കാണുന്നതിനാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം ഈ റൂളാണ്. അതായത് ആകെ നമുക്ക് 3 റൂളുണ്ടെങ്കിലും ഒരെണ്ണത്തിന് മാത്രമാണ് പ്രത്യേകത ഉള്ളത്. അതായത് നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ചെയ്യേണ്ടത് ഇൻഇക്വാളിറ്റി റിവേഴ്സ് ആക്കുന്നു. ഓക്കെ.